നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടാറ്റാ സ്റ്റീൽ ടൂർണമെന്റിന്റെ 4ാം റൗണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പെന്തല ഹരികൃഷ്ണയും ഡച്ച് ഗ്രാൻഡ് മാസ്റ്റർ മാക്സ് വാർമർഡാമും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ഹരികൃഷ്ണ വൈറ്റ് സൈഡും മാക്സ് ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഗുഗേഷിന്റെ ഗെയിം പോലെ തന്നെ റെട്ടി ഓപ്പണിങ്ങിൽ തുടങ്ങി കിങ്സ് ഇന്ത്യൻ ഡിഫൻസിലൂടെ കറ്റാനിലേക്ക് വരുന്ന സെയിം ഓപ്പണിംഗ് തന്നെയാണ് ഈ ഗെയിമിലുള്ളത്. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു, വൈറ്റ് G3 മൂവ് കൊണ്ട് കിങ്സ് ഇന്ത്യൻ അറ്റാക്ക് സെലക്ട് ചെയ്യുന്നു, ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു, വൈറ്റ് ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു, വൈറ്റ് D4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം കിങ്സ് എല്ലിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു, ബ്ലാക്ക് D6 മൂവ് കൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു, വൈറ്റ് C4 മൂവ് കൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്, പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇതുവരെ മൂവ് ഓർഡറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ കഴിഞ്ഞ ഗെയിമിൽ കണ്ട ഏകദേശം അതേ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഗെയിമിൽ ഗുഗേഷ് ഇവിടെ ക്വീനെ A4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്തുകൊണ്ടാണ് നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഹരികൃഷ്ണ ഇവിടെ മറ്റൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പോൺ ഉപയോഗിച്ച് പോൺ എടുത്തുകൊണ്ട് D5 ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ക്വീൻ ഉപയോഗിച്ച് ക്വീൻ ഇട്ടുന്നു, വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് തിരിച്ചിട്ടുന്നു. ഇപ്പോൾ വൈറ്റിന്റെ C5 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. ബ്ലാക്ക് ആ പോണിനെ നേടിയെടുക്കുകയാണ്, ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബ്ലാക്കിൻ്റെ C4 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. വൈറ്റ് നൈറ്റിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് B5 മൂവ്കൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിൻ്റെ C6 നൈറ്റിനുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കാനും ഇവിടെ ഒരു നൈറ്റിന് പകരം ഒരു റൂക്കിനെ നേടിയെടുക്കാനും അവസരം ഉണ്ടായിരുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല. പകരം വേഗം തന്നെ ഈ B5 പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A4 മൂവ് ചെയ്തുകൊണ്ട് B5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ റൂക്ക് വെച്ച് തിരിച്ചിട്ട ശേഷം ആ നഷ്ടപ്പെട്ട പോണിനെ കൂടെ തിരിച്ചെടുക്കാമെന്നതാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ആ പോണുകൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ബിഷപ്പിനെ A6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണുകളെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിലും നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് നേരത്തെ കണ്ട അതേ അറ്റാക്കിലേക്ക് തന്നെ പോകാം. എന്നാൽ വൈറ്റ് ഇവിടെ മറ്റൊരു രീതിയിലാണ് അറ്റാക്കിന് ശ്രമിക്കുന്നത്. ഇപ്പോൾ നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവരുന്നില്ല, പകരം നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാണ്. അടുത്ത നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വലിയൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ്. അത് നടപ്പിലാക്കുന്നതിനായിട്ട് വൈറ്റ് അടുത്തായിട്ട് ഒരു ബ്രില്യൻറ്റ് മൂവ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസിലൂടെയാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. നൈറ്റ് ഉപയോഗിച്ച് F7 പോയിന്റ് എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ അറ്റാക്കാണ്. ഇവിടെ ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ല മൂവ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്, കിങ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിയാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പോൾ ഈ അറ്റാക്കുള്ള റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ആ നൈറ്റിനെ തന്നെ D6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാനും കിങ്ങിനെ അവിടെ നിന്ന് മൂവ് ചെയ്യിക്കാനും കഴിയും. ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടി മാറ്റിയാലും അടുത്ത നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കുക. അപ്പോൾ എന്തായാലും കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യിക്കേണ്ടി വരും. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്ക് ആണെങ്കിലും ആ നൈറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ട ആവശ്യമില്ല. പോൺ വെച്ച് ഈ പോണിട്ട് എടുത്തുകൊണ്ട് ഈ 2 പീസിലെയും ഫോർക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് പോണിട്ടാൻ പറ്റില്ല. അങ്ങനെ ഇട്ടാണെങ്കിൽ നൈറ്റ് വെച്ചിനെ തിരിച്ചൊട്ടിക്കൊണ്ട് ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. അല്ലാതെ കിങ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുക. ബ്ലാക്കിന് എന്തിനും ചെയ്താലും വൈറ്റിന് ആ നൈറ്റിനെ കൂടെ നേടിയെടുക്കാനും കഴിയും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല, പകരം ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്, കിങ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റിന് ഇപ്പോൾ ഒരു നൈറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു നൈറ്റ് ബാക്കിയുണ്ട്. ആ നൈറ്റാണ് ഈ ഗെയിമിലെ ഹീറോ. വൈറ്റ് ഒരു ചെക്കോട് കൂടി ആ നൈറ്റിനെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ചെക്കുമാണ്. D5 നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്കിന് ഇപ്പോൾ ഈ പോണുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് കിങ്ങിനെ വേറെ അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റില്ല. ബ്ലാക്ക് ആ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ കിങ്ങിനെ മൂവ് ചെയ്യാണ്. കിങ്ങിനെ
F6ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റിന് ഇപ്പോൾ തന്നെ ഒരു നൈറ്റ് കുറവാണ്. വൈറ്റ് ഇവിടെ അടുത്ത നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റ് ഇപ്പോൾ വെച്ച് E6 പോൺ എടുത്തുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പോൺ നഷ്ടപ്പെട്ടതോടെ ബ്ലാക്കിന് പോൺ വെച്ച് നൈറ്റിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് ഒരു ചെക്കോട് കൂടി ഈ D5 നൈറ്റിനെ വെട്ടിയെടുക്കാം. അതും ഒരു ഫോർക്കിൻ ചെക്കാണ്. ബ്ലാക്കിനിപ്പോൾ ഈ നൈറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറാൻ കഴിയുള്ളൂ. എങ്ങോട്ട് തന്നെ മാറിയാലും അടുത്ത മൂവിൽ പോൺ വെച്ച് B5 പോൺ എടുത്തുകൊണ്ട് വീണ്ടും ഈ 2 പീസുകളെയും ഫോർക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോൺ ഇട്ടാലും ബിഷപ്പ് വെച്ച് C4 പോൺ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാനും വൈറ്റിന് അടുത്ത ബിഷപ്പിനെ കൂടെ നേടിയെടുക്കാനും കഴിയും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് വൈറ്റ് ഇപ്പോൾ അടുത്ത പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വളരെ മികച്ച രീതിയിൽ തന്നെ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റുകളെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടാം. അപ്പോൾ റൂക്ക് വെച്ച് തിരിച്ചുവിട്ടാലും ബ്ലാക്കിനും കിങ് വെച്ച് വൈറ്റിൻ്റെ നൈറ്റിനോട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാനോ അല്ലെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം പോൺ വെച്ച് പോണിനോട്ട് എടുത്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ആ ബിഷപ്പിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോട് കൂടി ബിഷപ്പിനോട്ട് എടുക്കാനും D5 നൈറ്റിനുള്ള അറ്റാക്ക് വളരെ സ്ട്രോങ് ആക്കാനും അവസരം കിട്ടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ച് നൈറ്റിനോട്ടാനോ അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് പോണിനോട്ടാനോ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ B7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ വൈറ്റ് മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ഈ അറ്റാക്കുള്ള നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ നൈറ്റ് അറ്റാക്കിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ E4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയും ആ നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ E5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ നേരിടുകയാണ് ഉദ്ദേശം. അത് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ അവിടെ നിന്ന് മാറ്റാണ്. കിങ്ങിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്കിൻ്റെ നൈറ്റ് ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണ്. ആ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റ് അടുത്തൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. റൂക്കിനെ A4ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് ഈ C4 പോൺ എടുക്കുക. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റാനോ അല്ലെങ്കിൽ അടുത്ത ബിഷപ്പിനെ റൂക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം തിരിച്ചൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. C3 മൂവ് ചെയ്തുകൊണ്ട് B2 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ 2 റൂക്കുകളെയും ഫോർക്കുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് വൈറ്റും ഇപ്പോൾ പോണിനെയോ ബിഷപ്പിനെയോ ഇട്ടെടുക്കുന്നില്ല. റൂക്കിനെ D3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. B2 പോണിന് ഈ ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടുന്നില്ല. A5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ N% ആ പോൺ എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് വൈറ്റിൻ്റെ ഈ വളരെ ആക്റ്റീവായിട്ടുള്ള റൂക്കിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ഈ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോൺ ഇട്ടുന്നു, ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടുന്നു. ആ ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ഇവിടെ വൈറ്റിന് നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം റൂക്കിനെ F3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 3 സ്ക്വയറുകളുണ്ട്. അതിൽ E8ലേക്ക് മൂവ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും നല്ല മൂവ്. എന്നാൽ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ E8ലേക്ക് കൊണ്ടുപോകുന്നില്ല. പകരം G6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഇവിടെ വൈറ്റ് നൈറ്റിനെ C6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E7 നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ റൂക്കിനുണ്ടായിരുന്ന ബ്ലോക്ക് മാറ്റുക എന്നായിരുന്നു ഈ മൂവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ആ നൈറ്റിനെ എങ്ങനെ തന്നെ വെട്ടിയെടുത്താലും അത് വൈറ്റിന് പ്രശ്നമല്ല. ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റ് വിട്ടാണെങ്കിൽ ഇപ്പോൾ തിരിച്ചു വെട്ടേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുക. ഈ ഡയഗണിലേക്ക് ബിഷപ്പിന് കണ്ടുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് H5ലേക്ക് മാറേണ്ടി വരും. ഇനി ഇവിടെ വൈറ്റിന് അടുത്ത 3 മൂവിൽ വിജയിക്കാൻ കഴിയും. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ വളരെ വേഗത്തിൽ വിജയിക്കുന്നതിനായിട്ട് വൈറ്റിന് ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്ത് കളിക്കാം. അതായത് റൂക്കിനെ F5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കിൻ ചെക്ക് കൊടുത്തുകൊണ്ട്
ഈ റൂക്കിന് സാക്രിഫൈസ് ചെയ്യാം. ബ്ലാക്കിനോട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ റൂക്ക് G5ലേക്ക് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ആ പോണിനോട്ട് വീണ്ടും ചെക്ക് കൊടുക്കുക. അപ്പോൾ എന്തായാലും കിങ്ങിന് H6ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് റൂക്ക് H4ലേക്ക് ചെക്ക് കൊടുത്തുകൊണ്ട് വിജയിക്കാൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ 2 രീതിയിലാണ് ചെക്ക് വരാൻ സാധ്യത. ഒന്ന് റൂക്ക് വെച്ചുള്ള ചെക്കും, രണ്ടാമത്തത് നൈറ്റ് വെച്ച് നൈറ്റ് കൊണ്ടുള്ള ചെക്കും. ഈ 2 പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ബിഷപ്പിനെ കൂടെ തിരിച്ചുകൊണ്ടുവരികയാണ്. ബിഷപ്പിനെ F6ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ഈ നൈറ്റിന് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ റൂക്ക് വെച്ച് ചെക്ക് വരികയാണെങ്കിൽ കിങ്ങിന് F7ലേക്ക് മൂവ് ചെയ്യാനും കഴിയും. എന്നാൽ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻറ്റ് മൂവ് വരികയാണ്. ആ മൂവ് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്നുകൂടെ പൗസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ നൈറ്റിനെ ഒരിക്കൽ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റിന് F7ലേക്കും കണ്ടുള്ളതുകൊണ്ട് കിങ്ങിന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ പ്രധാനമായും 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കിങ്ങിനെ H5ലേക്ക് മൂവ് ചെയ്യണം. കിങ് H5ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം റൂക്കിനെ H4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ്ങിന് വേറെ അങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് G4 മൂവ് കൊണ്ട് ചെക്ക് കൊടുക്കുന്നതോടെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ F5 ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ കിങ്ങിന് H5ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് റൂക്കിനെ G5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുക. ഇവിടെയും ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് H6ലേക്ക് മാറേണ്ടി വരും. ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് വീണ്ടും ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുക. G6ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് H6ലേക്കാണ് തിരിച്ചുകൊണ്ട് വരണം. വീണ്ടും അതേ ചെക്ക് കൊടുത്തുകൊണ്ട് തന്നെ റൂക്ക് വെച്ച് നൈറ്റിനോട്ട് എടുക്കാനും കഴിയും. ഇപ്പോഴും ചെക്കായതുകൊണ്ട് നൈറ്റ് വെച്ച് ഈ റൂക്കിനോട്ട് എടുക്കാൻ പറ്റില്ല. വീണ്ടും ഇങ്ങനെ G6ലേക്ക് മാറേണ്ടി വരും. ഇവിടെ തന്നെ വൈറ്റിന് പല രീതിയിൽ മുന്നോട്ട് പോകാം. അടുത്ത മൂവിൽ റൂക്കിനെ D6ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കിങ്ങിന് H5ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് അടുത്ത റൂക്കിനെ കൂടെ F1ലേക്ക് കൊണ്ടുവന്ന് ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ഇപ്പോൾ പോൺ വെച്ച് ആ സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ G4 ചെയ്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, H4ലേക്ക് മാറേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ നൈറ്റിനെ ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഈ സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും വളരെ വേഗത്തിൽ വിജയിക്കാൻ കഴിയും. ഇപ്പോൾ നൈറ്റ് G6ലേക്ക് വരികയാണെങ്കിൽ റൂക്ക് F5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക. ഇപ്പോൾ കിങ്ങിന് G5ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇനി എങ്ങനെ നോക്കിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.